സ്മാർട്ട് ടി വി ആണ് കയ്യിൽ, പക്ഷേ അതിന് പറ്റിയ ആപ്ലിക്കേഷൻസ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അല്ലേ. ഒരു 3 ആപ്ലിക്കേഷൻസ് പറയാം. ഈ 3 ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആ ഒരു സ്മാർട്ട് ടി വി യൂസിനെ പവർഫുൾ ആക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ടി വി ഏതാണ്, നിങ്ങളുടെ ബ്രാൻഡ് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ആ ഒരു സ്മാർട്ട് ടി വിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. അപ്പോൾ സ്മാർട്ട് ടി വി യൂസ് ചെയ്യുമ്പോൾ, അതായത് ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രശ്നം അതിനെ പറ്റിയ ആപ്ലിക്കേഷൻസ് ഒക്കെ അതിൻ്റെ ആ ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. അതിൻ്റെ ആ ഒരു തംബ്നെയിലൊക്കെ കാണുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് അത്ര അടിപൊളിയാകാറില്ല. അതുപോലെ തന്നെ നിങ്ങളിപ്പം സ്മാർട്ട് ടി വിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, അതായത് വയർലെസ്ലി ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സെൻഡ് മൈ ഫയൽസ് ടു ടി വി. ഇത് ഈ സ്മാർട്ട് ടി വി ഇറങ്ങിയ തൊട്ടേ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് മിക്കവർക്കും അറിയാവുന്നതാണ്, മിക്കവരും യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് സിനിമയൊക്കെ കാണാൻ. അപ്പം ഈ ഒരു ലിസ്റ്റിലെ ആദ്യത്തെ ആ ഒരു ആപ്ലിക്കേഷൻ ഒരു വീഡിയോ പ്ലെയർ ആണ്. പല ബ്രാൻഡ്സിൻ്റെയും സ്മാർട്ട് ടി വിക്ക് ഇൻബിൽട്ട് ആയിട്ടൊരു നല്ല വീഡിയോ പ്ലെയർ ഇല്ല. ഇപ്പം ഇതായാലും ഇത് OnePlusന്റെ Y സീരീസ് ആണ്. ഇതിൽ നമുക്ക് മീഡിയ പ്ലെയർ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മീഡിയ പ്ലെയർ ഇല്ല. അപ്പോൾ മീഡിയ പ്ലെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആപ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൾട്ടി മീഡിയ പ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻബിൽട്ട് ആയിട്ടൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചാണ് നിങ്ങൾ എന്തെങ്കിലും കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒന്നെങ്കിലും USB കുത്താൻ അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവ് കുത്തേണ്ടി വരും. അത് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആ ഒരു മൂവീസും ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് ഭയങ്കര ഡ്രോബാക്ക് ആണ്. മിക്ക ഈ ഒരു സ്മാർട്ട് ടി വി തന്നെ നല്ലൊരു വീഡിയോ പ്ലെയർ ഇല്ല. ഇനിയിപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു മീഡിയ പ്ലെയർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് MX പ്ലെയറും VLC ആണ്. MX പ്ലെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിനകത്ത് കുറേ ചവർ പോലത്തെ കുറേ സീരീസും അതുപോലെ തന്നെ ആർക്കും വേണ്ടാത്ത കുറേ സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ കാണാൻ പറ്റും റെക്കമെൻഡഡ് MX പ്ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ അനാവശ്യമായിട്ടുള്ള സീരീസും കാര്യങ്ങളൊക്കെ. പഴയ MX പ്ലെയർ നിങ്ങൾക്ക് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു പ്ലെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതങ്ങനെയല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറേ പരിപാടികൾ, എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള കുറേ പരിപാടികൾ കയറ്റിയിട്ട് അലമ്പാക്കിയേക്കാം. ഇനിയിപ്പോൾ VLCയുടെ കാര്യം പറയുകയാണെങ്കിൽ VLC നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു കുറച്ച് നാൾ വരെ. ഇപ്പോൾ ഈ പ്ലെയർ വൻ ഷോക്കാണ്. കാരണം പുതിയ ഫോർമാറ്റ് വന്നു, അതായത് ഈ 10 ബിറ്റിൻ്റെയൊക്കെ വീഡിയോ ഫയൽസ് വരാൻ തുടങ്ങിയപ്പോൾ VLC പ്ലെയറിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിങ്ങനെ ക്രാഷ് ആയിട്ട് നിൽക്കും, അതല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് നിൽക്കുക, അങ്ങനത്തെ കുറേ പരിപാടികൾ VLCയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു നോവ വീഡിയോ പ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തിപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഒരു ആപ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോവ വീഡിയോ പ്ലെയർ. ഈ ഒരു പ്ലെയർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഏകദേശം VLC പ്ലെയറിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് വരുന്നത്. VLCയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഓറഞ്ച് ആണെങ്കിൽ ഇത് ബ്ലൂ ആണ്. പക്ഷേ ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിനകത്ത് ഇൻ്റർനെറ്റിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു സിനിമ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ സബ് ടൈറ്റിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് സബ് ടൈറ്റിൽസ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഇൻ്റർനെറ്റിൽ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ഈ ഒരു സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു സബ് ടൈറ്റിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിൻ്റെ ആ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന രീതി തെറ്റായതുകൊണ്ട് ഈ ഒരു ആപ്പിന് അത് എടുക്കാൻ പറ്റാത്തതാണ്. അപ്പം ഈ ഒരു ടൈറ്റിൽ വെച്ച് സെർച്ച് ചെയ്താൽ എന്തായാലും ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ഫയൽ നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ചില ഫയൽസിൻ്റെയൊക്കെ നമുക്ക് സബ് ടൈറ്റിൽ ഓൺ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഗെറ്റ് ഇൻഫോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിനിമയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അടിപൊളിയാണെന്ന് പറയാൻ കാരണം. ഇനി ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. കാണുമ്പോൾ മിനിമം സെറ്റപ്പ് ആണെങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ കുറേ പരിപാടികൾ വരുന്നുണ്ട്. ഇപ്പോൾ നൈറ്റ് മോഡ് ആണെങ്കിൽ നൈറ്റ് മോഡ്, അതുപോലെ തന്നെ ഓഡിയോ ബൂസ്റ്റ്, ഇൻഫോ. ഇനിയിപ്പോൾ ഈ ഒരു പ്രിഫറൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് വരാൻ പോകുന്നത്. ഇവിടെ സോഫ്റ്റ്വെയർ ഡീകോഡിങ്ങും അതുപോലെ തന്നെ ഓഡിയോയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഹെവി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. VLC പ്ലെയറിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇനി നിങ്ങൾ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസിൻ്റെ ഒക്കെ ഡിസേബിൾ ചെയ്യാൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അടിപൊളിയായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ പ്ലെയർ ആണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പല വീഡിയോ ഫയൽസും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, VLC പ്ലെയറിൽ സപ്പോർട്ട് ചെയ്യാത്തതൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ ഷെയർ ചെയ്യുക, അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലെ രണ്ടാമത്തെ ആ ഒരു ആപ്ലിക്കേഷൻ ഒരു ഫയൽ മാനേജറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൻഡ്രോയിഡ് ടി വിയിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള അതായത് ഫയൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫയൽ മാനേജർ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം സെറ്റിങ്സിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡിവൈസ് പ്രിഫറൻസ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇത് മെയിനായിട്ട് വേറൊന്നുമില്ല. ഈ സാൻഡിസ്ക് എന്ന് പറയുമ്പോൾ ഒരു പെൻഡ്രൈവ് ഞാൻ ബാക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു സംഭവം കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത് വെറും 5 GB ഉള്ളൂ. ഓക്കെ, അപ്പം ഇൻറ്റേർണൽ ഷെയർഡ് സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഇവിടെ ആപ്സിനോട് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ നേരത്തെ കണ്ടതാണ് ഒരു സിനിമയ്ക്കകത്ത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്നും ഇവിടെ റീഡ് ചെയ്യുന്നില്ല. ഇതാണ് ഈ ഒരു ഫയൽ മാനേജറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊരു ഫയൽ മാനേജർ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. ഇനിയിപ്പം ഈ ഒരു മേളത്തെ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ഇപ്പോൾ നമ്മളുടെ ഇതിനകത്തൊരു USB കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ,
നമുക്ക് വേണമെങ്കിൽ ആ ഒരു USB ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ സ്റ്റോറേജ് എക്സ്പാൻഡ് ആവും. പക്ഷേ പ്രശ്നം നമ്മൾ ഈ സാധനം ഓഫ് ചെയ്തിട്ട് പിന്നെയും ഓൺ ആക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ വീണ്ടും വന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഇരട്ടി പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ ഇരുന്നോട്ടെ, അത് തുടരണ്ട. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ FX എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷൻ്റെ ഇതുപോലെ ഇരിക്കും. അത് ഈ ഒരു ആപ്സിൻ്റെ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു FX എന്ന് കാണാൻ പറ്റും. ഇതൊക്കെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. നമ്മളുടെ ആ ഒരു ഫോണിലുള്ള ഫയൽ മാനേജറിനെക്കാളും അടിപൊളിയാണ്. ഓക്കെ, ഇവിടെ മെയിൻ സ്റ്റോറേജിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, അതിൻ്റെ ഫോൾഡേഴ്സൊക്കെ. ഇപ്പോൾ ഡൗൺലോഡ്സിലാണ് നമ്മുടെ ആ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് USB ഡ്രൈവിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു എററാണ് വരിക. കാരണം ആൻഡ്രോയിഡ് TVയിൽ USB റീഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് അവർ ഡിസേബിൾ ചെയ്തിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അതായത് ഈ ഒരു TVയിൽ നിന്ന് ആ ഒരു USB ഡ്രൈവറിലേക്ക് നമുക്കൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സിസ്റ്റം ലെവൽ ഫോൾഡേഴ്സൊക്കെ കാണാൻ പറ്റും. അതായത് ഈ ഒരു ബിന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഡിനേഡ് ആണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം നമ്മളുടെ സിനിമ നടക്കുന്നത് മെയിൻ സ്റ്റോറേജിലാണ്. അപ്പോൾ മെയിൻ സ്റ്റോറേജിൽ ഇവിടെ ഡൗൺലോഡ്സിലാണ് നമ്മുടെ സിനിമ എടുക്കുന്നത്. നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള മീഡിയ പ്ലെയറിലാണ് വരുന്നത്. ഇത് ഇതുപോലെ ആയിരിക്കും. ഇവിടെ നമുക്കൊരു ഫങ്ഷനാലിറ്റീസ് ഒന്നുമില്ല. നമുക്കിപ്പോൾ സബ്ടൈറ്റിൽ ഓൺ ചെയ്യാനോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇതിൽ നടക്കില്ല. അപ്പോൾ ഇതിന് പകരം നമുക്കിവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ മോർ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ആ ഒരു നോവ പ്ലെയർ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറേ നല്ല നല്ല ഫീച്ചേഴ്സ് ഈ FXൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ അതൊരു ബ്രൗസറാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്മാർട്ട് TVയിൽ ഗൂഗിളൊക്കെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ബ്രൗസർ സെറ്റപ്പ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിൽക്കുന്ന കുറേയധികം ബ്രൗസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതൊക്കെ വെറും ചാത്തിനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഈ ഒരു ബ്രൗസർ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ബ്രൗസർ ഹിയർ, ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഈ സ്മാർട്ട് TVയുടെ അർത്ഥം തന്നെ നമുക്ക് ബ്രൗസ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ തരണം എന്നാണ്. അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണുന്നതോ അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് കുറച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതല്ല. മെയിനായിട്ട് സ്മാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 50% അത് സ്മാർട്ടാണ്. പക്ഷേ മെയിനായിട്ടുള്ള ആ ഒരു ബ്രൗസിങ് ഫെസിലിറ്റിയും ഇതുവരെയും ആൻഡ്രോയിഡ് TVയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും ഈ ഒരു ബ്രൗസ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ വിഷയമാണ്. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസിൽ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ചവർ പോലത്തെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പം എക്സാമ്പിളായിട്ട് ഇവിടെ ടോപ്പ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സിനിമാസൊക്കെ കാണാൻ പറ്റും. അതായത് നമ്മൾ ടെലിഗ്രാമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ യൂട്യൂബ്, പിന്നെ ആനിമിയുടെ സൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. ആനിമി ഫാൻസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഈ ഒരു സൈറ്റ്. അപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള, അതായത് പഴയ നമ്മുടെ ഫോണിലൊക്കെ യൂസ് ചെയ്ത ഗൂഗിൾ സെറ്റപ്പൊക്കെയാണ് ഇവിടെ വരുന്നത്. കണ്ടോ, ആ ഒരു ഇൻ്റർഫേസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ നമുക്ക് വൈറൽ സെൻസറിന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈറൽ സെൻസറിന് ടൈപ്പ് ചെയ്തു, കഷ്ടപ്പാടാണെങ്കിലും ടൈപ്പ് ചെയ്തു, സെർച്ച് കൊടുക്കുകയാണ്. ഏകദേശം നമ്മളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതാണ് നമ്മുടെ സൈറ്റ്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫോണിലുള്ള ആ ഒരു രീതിയിലുള്ള ഫാസ്റ്റ് ഒന്നും ഇതിൽ പ്രതീക്ഷിക്കല്. നമുക്കൊരു ബേസിക് ആയിട്ടുള്ള എന്താ പറയുക ബ്രൗസിങ് ഒക്കെ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് തരും. അത്രയും പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെ വരാൻ തന്നെ കുറേ സമയം എടുത്തു. അപ്പോൾ അത് കുറച്ചൊക്കെ ക്ഷമ വേണം. ഇപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഉണ്ട്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കുറേ ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യുക, പൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയാണ് മെയിനായിട്ടും എനിക്ക് ഈ ഒരു സ്മാർട്ട് TVയിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് എന്ന് പറയാനായിട്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ളൊരു സ്മാർട്ട് TV ആണെങ്കിൽ, ഇതേപോലത്തെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഇഷ്യൂ ഇതിൻ്റെ സ്റ്റോറേജാണ്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ടാണ് ഞാൻ ആ ഒരു എക്സ്ട്രാ USB അതിനകത്ത് ആഡ് ചെയ്തത്. അത് ആഡ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വീണ്ടും ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അത് വീണ്ടും റീസെറ്റ് ആവും. അപ്പോൾ വീണ്ടും നമ്മൾ പിന്നെ ഊരി കുത്തി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും മെനക്കേടാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് സിനിമ കാണാനൊക്കെ ആ സെൻഡ് ഫയൽസ് ടു TV എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് സിനിമ ട്രാൻസ്ഫർ ചെയ്യും, അതിൽ സ്റ്റോർ ചെയ്യും, അതിൽ വെച്ചിട്ട് ഈ FX വെച്ച് ഓപ്പൺ ചെയ്തിട്ട് നോവ പ്ലെയറിലിട്ട് കാണാം, കണ്ട് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ പ്ലേ സ്റ്റോറിൽ ഇതിലും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ, നിങ്ങൾ സ്ഥിരം യൂസർ ആണെങ്കിൽ ജസ്റ്റ് ആൾ കമൻറ്റ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഗെയിംസ് ഒക്കെ അവൈലബിൾ ആണ് ഇതിനകത്ത്. ഇഷ്ടമുള്ള ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാം സ്റ്റോറേജ് ഉണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് TV ബഡ്ജറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഫാസ്റ്റ് സെറ്റപ്പ് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെ ഇത് ഫാസ്റ്റ് ആക്കിയില്ലേ. അപ്പം ഇത് ഫാസ്റ്റ് ആക്കേണ്ട വീഡിയോ ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇവിടെ ആ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. ഓക്കെ, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, എന്തായാലും കണ്ടു നോക്കാം. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, ഇനിയിപ്പം ലിങ്ക് കൊടാൻ കഷ്ടപ്പെട്ടാണ് ഇത് ഇവിടെ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു വീഡിയോ കാണാം. അതിനകത്ത് സിമ്പിളായിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള സ്മാർട്ട് TV ഒന്ന് ജസ്റ്റ് ഫാസ്റ്റർ ആക്കി വിടുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.